ആ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട്. അത് നന്ദിയിൽ നിന്ന് വരുന്നതാണോ എന്നറിയില്ല. ഇവിടെയൊക്കെ രണ്ട് സൈഡ്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ബൈപ്പാസിലാണ് കേട്ടോ. കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു അടിപൊളി ബൈപ്പാസാണ് കൊയിലാണ്ടി ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ബൈപ്പാസിൻ്റെ വർക്ക് കുറേ കാലമായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ വർക്ക് ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനുള്ളത് ചെങ്ങോട്ടുകാവ് കേട്ടോ. ചെങ്ങോട്ടുകാവ് അങ്ങോട്ടേക്ക് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയായി നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളിട്ടോ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്താളിട്ടാ. എന്തായാലേ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് കുറേ കാലമായിട്ട് ഇങ്ങനെ വർക്കുകളൊന്നും ഒരു മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് വർക്കുകളൊക്കെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ചെങ്ങോട്ടുകാവ് അണ്ടർപാസിലവിടെയൊക്കെ ഈ ജോയിൻറ്റ് ചെയ്യുന്നത് എത്ര കാലെടുത്തിരുന്നു അറിയോ. അതൊക്കെ ഇപ്പോൾ ജോയിൻറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ അതാ അങ്ങനെ പോകുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ആളുകൾ. നന്ദി വരെ ഇങ്ങനെ പോകട്ടോ. നന്ദി വരാനുണ്ടെങ്കിൽ കറക്റ്റ് സ്പീഡിൽ അങ്ങനെ പോകാൻ കഴിയില്ല. ചില ഭാഗങ്ങളിൽ നമ്മുടെ എന്താണ് കുഞ്ഞോർമല പേര് വിട്ടോ, കുഞ്ഞോമല അല്ലേ. എന്തായാലും ആ മലൻ്റെ അടുത്ത് കുറച്ച് വർക്കുകളുണ്ട്. അവിടെ കുറച്ച് മണ്ണെടുക്കൽ ജോലികളൊക്കെ. എന്നാലും വാഹനങ്ങളൊക്കെ അതിൽ അങ്ങനെ അവിടെ പോകട്ടോ. എന്തായാലും ഇപ്പോൾ ഇവിടെ ലൈൻ ഇടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലൈൻ ഇടാനിതാ ഇതിപ്പോൾ ഒരു വളവായതുകൊണ്ടായിരിക്കില്ല ഈ ബ്രോക്കൺ ലൈൻ കൊടുത്തത് കേട്ടോ. ഇടപെട്ടുള്ള ഈ വര ഉണ്ടല്ലോ, ഈ വര കാണുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ വര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ എങ്ങനെ പോകാം കേട്ടോ. കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഫുൾ കാഴ്ചകളായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ചെങ്ങോട്ടുകാവ് അടിയിലുള്ള വാഹനങ്ങളുടെ തിരക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ചെങ്ങോട്ടുകാവ് ഫ്ലൈ ഓവർ, റെയിൽവേ ഫ്ലൈ ഓവറാണത്. ഇപ്പം വലിയൊരു ഇതില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളങ്ങനെ കൂട്ടി കൂട്ടത്തിലങ്ങനെ വരുന്നുണ്ട്. ഇപ്പം സർവീസ് റോഡൊക്കെ ഉഷാറാട്ടോ. മിനി കൂപ്പർ അതാ വരുന്ന മിനി കൂപ്പർ. എൻ്റെ വീഡിയോ പണ്ട് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ ചാനലൊക്കെ ഒന്ന് ഉഷാറായിട്ട് വേണം മിനി കൂപ്പർ വാങ്ങാൻ എന്നുള്ളതൊക്കെ തമാശയിൽ പണ്ട് പറഞ്ഞു. നമ്മളെ ഒരു ഫോളോവർ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാം മിനി കൂപ്പർ വാങ്ങിയോ. അതിനകത്രം വലിയ ചാനലൊന്നും ആയില്ല. നമ്മൾ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോലെ നമ്മളെ പണി കഴിഞ്ഞ് ഒഴിവിനങ്ങനെ വന്നെടുക്കുന്ന വീഡിയോകളാണ്. ഇവിടെ നമ്മുടെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റ് ഫിറ്റിങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഫിറ്റിങ്ങൊക്കെ നടന്നു. അതുപോലെ നമ്മുടെ ഡിവൈഡറിൻ്റെ മുകളിൽ റിഫ്ലക്ഷൻ ബോർഡ് കണ്ടാ, ഇത് കറക്റ്റ് ഒന്നും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതാ ഇവിടെ ഒന്നും കൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം 15 അടിയോളം ഉണ്ട്. എവിടെ ഒന്നാണ് കണ്ടുകണി ഇതിൻ്റെ ഇടയിൽ ഒന്നും കൂടി വെക്കുന്നത്. കുറച്ചുകൂടി അടുപ്പിച്ച് വെക്കണം. ഊരാളുങ്കൽ നമ്മുടെ കാസർഗോഡ് വെച്ചത് ഇതാ ഒന്ന് ഇവിടെ എന്നുള്ളൊരു 2.5 അടി വിട്ടിട്ട് അടുപ്പിച്ച് കേട്ടോ. ഇങ്ങനെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് പോലും കണ്ണിലേക്ക് അടിക്കാത്ത തോതിൽ നല്ല സെറ്റപ്പിലാണ് അവിടെ വെച്ചത്. പക്ഷേ നമ്മുടെ KNRCയിലൊന്നും എന്താ വെക്കാത്തത്? വെക്കുമായിരിക്കില്ലേ, നമ്മുടെ NHൻ്റെ മൊത്തത്തിൽ അത് വെക്കുമായിരിക്കും. പക്ഷേ ഒരാളുകളെ ഫൈനൽ ഘട്ടത്തിൽ എത്തുമ്പോൾ തന്നെ അവർ ഫുള്ള് ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതാ KNRCൻ്റെ ഒന്നും എവിടെയും വെച്ച് തുടങ്ങിയതന്നെ കാണുന്നില്ല കേട്ടോ. ഇപ്പോൾ വാഗഡ് ഇവിടെ ഇങ്ങനെ വെക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൊത്തത്തിൽ ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഇതായിരുന്നു ഞാൻ ഒരു ഷോർട്ട് വീഡിയോ വിട്ടിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മദ്യപാനികൾ ഇവിടെ വന്നിട്ട് വെള്ളമടിച്ചതിന് ശേഷം കുപ്പി എറിഞ്ഞു പൊട്ടിക്കുന്ന പരിപാടി ആ സൈഡിലവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എറിഞ്ഞു പൊട്ടിക്കുന്ന പരിപാടിയാണ്. എന്തായാലും അപകടമാണ് കേട്ടോ. ഈ കുപ്പിൻ്റെ ഈ മൂടുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ കൂർത്ത് കിടക്കുന്നുണ്ടാ. അതൊക്കെ റോഡിൻ്റെ നടുക്കിലേക്ക് നിന്ന് വണ്ടിയൊക്കെ തറയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും വാഗടിൻ്റെ ആളുകൾ തന്നെ ഇനി ക്ലീൻ ആക്കേണ്ടി വരും, അല്ലാതെ വേറെ ആരും ക്ലീൻ ആക്കാനല്ലേ. അപകടമാണ്.
ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോളൂ. കുപ്പി ഇത് അതുപോലെ അങ്ങനെ വെച്ചാൽ മതി, ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളും. ഇതന്നെ ഈ റോഡിൻ്റെ മുകളിൽ വെള്ളമടിക്കൽ തന്നെ പാടില്ല. ഏതായാലും കഴിഞ്ഞ ഒരു റീൽസ് വിട്ടതിന് ശേഷം ആളുകൾ പോലീസൊന്നുമില്ല അവിടെ, ആൺകുട്ടികളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് ആർക്കാ അപ്പോൾ വെള്ളമടിക്കുന്ന ആളുകൾ തീരുമാനിക്കണം. രാത്രിയുടെ മറവിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതിപ്പോൾ ഇനി ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവിടെ ഡിവൈഡർ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കണ്ടങ്ങൾ, അത് നമ്മുടെ ക്യാമറ കണ്ണിന് വേണ്ടിയിട്ടാട്ടോ. ക്യാമറ കണ്ണുകൾ 500 മീറ്റർ ഇടവിട്ട് നമ്മുടെ NH-66 മുകളിൽ ക്യാമറകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊയിലാണ്ടി ബൈപ്പാസിലൂടെ വാഹനങ്ങൾ തുറന്നു വിട്ടല്ലോ. വാഹനങ്ങൾ എതുവരെ പോകും? അവിടെ ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കുമോ? എത്രത്തോളം പോകും നമുക്ക് പോയി നോക്കാട്ടോ. വാഹനങ്ങൾ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് എതുവരെ പോകൂലേ നമുക്ക് കാണാട്ടോ. നമുക്കിങ്ങനെ പോയി നോക്കാം, വയ്യാലെ പോയി നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊയിലാണ്ടി ടൗണിലേക്ക് അവിടേക്കുള്ള സർവീസ് റോഡ് കയറാനാവാനാണ് സാധ്യത. ഏതായാലും നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഏതറ്റം വരെ പോകും, നന്ദി വരെ ഒഴിവാക്കി വിടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൊല്ലം കൊയിലാണ്ടി ടൗണുകളുടെ ആ വീർപ്പുമുട്ടൽ മാറി കിട്ടുട്ടോ ഈ കൊയിലാണ്ടി ബൈപ്പാസ് അങ്ങോട്ട് ഓപ്പണായി കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ കൊയിലാണ്ടി ടൗണിലേക്ക് പോകാനുള്ള എക്സിറ്റ് കേട്ടോ. 6 വരിപ്പാതയിൽ നിന്ന് ഈ എക്സിറ്റ് വഴി കയറിയാൽ നമ്മുടെ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഓവർപാസ് അതാ കാണുന്നു. അവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ കൊയിലാണ്ടി ടൗണിലേക്ക്. പക്ഷേ വാഹനങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിക്ക് വളരെ ഒരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. നമ്മുടെ നന്ദി വരെ വർക്ക് കഴിഞ്ഞോ, പോകാട്ടോ, നമുക്ക് വീണ്ടും പോകാൻ മുന്നോട്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട്. അത് നന്ദിയിൽ നിന്ന് വരുന്നതാണോ എന്നറിയില്ല. ഇവിടെയൊക്കെ 2 സൈഡും ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയകളോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിലൂടെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ നമ്മുടെ ഡിവൈഡറിൻ്റെ മുകളിൽ വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, നമ്മുടെ ആ റിഫ്ലക്ഷൻ ബോർഡ്, ആ ബോർഡിന് അതൊക്കെ ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 4 അടി ഗ്യാപ്പിൽ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, 4 അടി ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഗ്യാപ്പിൽ 2 or 3 വെക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് വരെ കണ്ണിലേക്ക് അടിക്കില്ല. അടിപൊളി പരിപാടി. ഇവിടുത്തെ ഡിവൈഡറൊക്കെ കുറച്ച് ഹൈറ്റും കുറവാട്ടോ. വാഗണിൻ്റെ നമ്മുടെ ക്യാംസിൻ്റെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ അതൊക്കെ നമ്മുടെ ഡിവൈഡറൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്, 4 അടിയോളം ഹൈറ്റ് ഉണ്ട്. ഇനി അതുകൊണ്ടാണോ ഈ റിഫ്ലക്ഷൻ ബോർഡ് വെക്കാത്തത് എന്നറിയില്ല കേട്ടോ. ഏതായാലും ഇവിടെ നിന്നും നമ്മുടെ വാഹനങ്ങളൊന്നും തിരിയുന്നത് കാണുന്നില്ല. ഇങ്ങനെ പോവുകയാണ്, നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലൂടെ ഇങ്ങനെ പോവുകയാണ്. വാഗഡ് എന്ന കമ്പനിയുടെ ഒരു സ്ലോ വർക്കാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അവർ ഗിയറൊക്കെ മാറ്റി ഉഷാറായിട്ട് വർക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ കാണുന്നുണ്ടല്ലോ. ഇല്ല ഇവിടെ വർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ക്രാഷ് ബാരിയർ അവർ വെറുതെ ചെറിയൊരു 8 റോഡാക്കി മാറ്റിയെന്നുള്ളൂ. ഇവിടെ വർക്കൊക്കെ ഫുള്ള് ഫിനിഷിംഗ് ആണ്. ഡിവൈഡർ ഒന്ന് ജോയിൻ ചെയ്യാണ്ട് അത്രയേ ഉള്ളൂ. യെസ്, അങ്ങനെ നമ്മൾ കുന്നിയൂർ മലയുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ മലയുടെ ഭാഗത്ത് കണ്ടോ, ഒരു വലിയൊരു മല ചീന്തി ആയിട്ട് നമ്മുടെ 6 വരിപ്പാത അങ്ങനെ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൽ കാര്യമായിട്ടുള്ള വർക്ക് നടക്കാനുള്ളത്. ഈ ഏരിയയിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. എന്നാലും 6 വരിപ്പാതിൻ്റെ വർക്കൊന്ന് റെഡിയായി കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇതിലെ വിടുമെന്ന് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊയിലാണ്ടി കൊല്ലം ഇനി ആവില്ല അവർക്ക് ഇങ്ങനെ താങ്ങാൻ. പക്ഷേ ഈ കൊയിലാണ്ടി ബൈപ്പാസ് വരുന്ന
വേളയിൽ നമ്മുടെ കച്ചവടക്കാർക്കൊക്കെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലേ? ആ കച്ചവടക്കാർക്ക് കച്ചവടം കുറയുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവുക. അതിലേ പോകേണ്ട വാഹനങ്ങളൊക്കെ അതിലേ തന്നെ പോകും, ഇതിലേ പോകേണ്ട വാഹനങ്ങൾ ഇതിലേ തന്നെ പോകും. അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടും, ഇവർക്ക് കിട്ടേണ്ടത് ഇവർക്കും കിട്ടും അല്ലേ? അവിടെ നിന്ന് നല്ല സർവീസ് റോഡായിട്ട് മാറുന്നുണ്ട്. കുഞ്ഞാമല ഭാഗത്തേക്ക് എത്തുന്ന ഏരിയയിൽ സർവീസ് റോഡിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകട്ടെ. അവിടുത്തെ സൈഡ് വാളുണ്ടോ, കോൺക്രീറ്റിൻ്റെ നല്ല ഹൈറ്റുള്ള സൈഡ് വാളാട്ടോ. മൈ ഗാഡ്. അപ്പോൾ ഈ സർവീസ് റോഡൊക്കെ എത്ര പൊങ്ങാനുള്ളതാണോ? ഇത്ര പൊങ്ങാനുള്ളതായിരിക്കില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രെയിനേജൊക്കെ ഇവിടെ വാർത്തിട്ടുണ്ടല്ലോ. ഇവിടെ മാറ്റം വരുത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കൊയിലാണ്ടി ബൈപ്പാസിൽ കൊയിലാണ്ടിയിൽ ആ ഭാഗത്ത് ഏരിയയും ബ്ലോക്ക് കുടുങ്ങിയോ? ഏതായാലും തിരക്ക് കുറയ്ക്കാൻ വേണ്ടി കുറച്ചൊരു വാഹനങ്ങളെ കുറച്ച് ഇതിലെ വിട്ടതായിരിക്കും കേട്ടോ. ഇവിടെ കുറച്ചൊരു മുഷ്കിൽ ഏരിയ ആണ്. സർവീസ് റോഡിലൂടെ വന്ന് നമ്മുടെ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്ന ഒരു ഏരിയ. കുഞ്ഞാമല ഈ ഭാഗത്ത് വാപ്പാൻ്റെ സൈഡ് വാൾ 60 അടിയോളം ഹൈറ്റുള്ളൊരു സൈഡ് വാളാണ് ഇവിടെ വരുന്നത്. ആ മണ്ണെടുത്ത ഗ്യാപ്പിൻ്റെ ആ ഏരിയയിലൊക്കെ അടിയിൽ ടാറിങ്ങൊക്കെ കഴിഞ്ഞതാട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കുറേ ഇങ്ങോട്ട് പൊങ്ങാനുണ്ട്, ഹൈറ്റ് റെഡിയാക്കി വരാനുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ എന്തിനാണ് ഒരു കോൺക്രീറ്റ് വാൾ എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായില്ല. സർവീസ് റോഡ് അവിടെ അടിയിൽ ഡ്രെയിനേജൊക്കെ അടിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സർവീസ് റോഡ് അടിയിൽ സർവീസ് റോഡിനൊരു സപ്പോർട്ടായിട്ടാണോ? എന്തായാലും ഇവിടുത്തെ വർക്കുണ്ടല്ലോ സർവീസ് റോഡ് ഇതിൻ്റെ അടിയിൽ കൂടി തന്നെ ആണോ, ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ആണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അത്രയും വീതി ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് പണി കഴിയുമ്പം നോക്കി കാണാം. വാഗഡിൻ്റെ എഞ്ചിനീയർമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറുപടിയും അറിയില്ല. അപ്പം തന്നെ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവർ ആരോട് ചോദിച്ചാൽ അവരൊരു അപ്പുറം ചോദിക്കാൻ പറയും, അപ്പുറം ചോദിക്കാൻ പറയും. അപ്പം നമുക്കങ്ങനെ കിട്ടൂല. അവിടുത്തെ സർവീസ് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നെറ്റിലടിച്ചാൽ പോലും കിട്ടൂല കേട്ടോ. അതൊക്കെ ഓരോ ഏരിയക്കനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്. വാഹനങ്ങൾ ഇവിടെ തുറന്നു വിട്ടോടുകൂടി ഇവിടെയൊക്കെ ചെറിയൊരു ബ്ലോക്ക് പോലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ യൂരാക്കുടുക്ക് വർക്ക് കൊയിലാണ്ടി ബൈപ്പാസിന് ഏറ്റവും ലേറ്റ് ആക്കിയൊരു വർക്കാട്ടോ. അല്ലെങ്കിൽ കൊയിലാണ്ടി ബൈപ്പാസ് വർക്ക് എന്നോ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറേ കാലമായി ഇവർ കെട്ടിത്തിരിയണം ഈ ഏരിയയിൽ. വല്ലാത്തൊരു വർക്ക് തന്നെയാണ് ഇവർക്ക് കിട്ടിയത്. അവിടെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കിനായിട്ട് അവരുടെ നെറ്റൊക്കെ അടിച്ചതാട്ടോ. നെറ്റൊക്കെ അടിച്ച് ഫസ്റ്റ് ഒരു സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞതാണ്. അതിന് ശേഷമാണ് അവിടെ ഒരു മാറ്റം വരുത്തിയത്. പിന്നെ വീണ്ടും സൈഡ് വാളിൻ്റെ വർക്ക്. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് വാഹനങ്ങൾ വീണ്ടും ഇവിടുന്ന് അങ്ങനെ പോകട്ടോ, നന്ദി വരെ പോകട്ടോ. ഈ റോഡ് നന്ദി വരെ ഫുള്ള് വർക്ക് കഴിഞ്ഞ റോഡാണ്. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് പോകുന്നില്ല. നല്ല മഴക്കാറ് വരുന്നുണ്ട്. മഴക്കാറ് ഇവിടുന്ന് വരുന്നതെന്ന് അറിയില്ല. എവിടെയൊക്കെ മഴ പെയ്തെന്ന് കേട്ടു. ഇപ്പം നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോൻ്റെ സമയം. അപ്പം കേട്ടോ വാഹനങ്ങളൊക്കെ അതിലെ അങ്ങനെ പോകട്ടോ. നന്ദി വരെ ആ ഒരു ഏരിയയിൽ കുറച്ച് വർക്ക് നടക്കുന്നു. നന്ദി ജംഗ്ഷൻ ഭാഗത്ത് ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ. ഫുള്ള് റോഡ് വർക്കുകളൊക്കെ കഴിഞ്ഞാണ്. ലൈനിടലൊക്കെ ഏകദേശം ചെറിയ കൊച്ചു വർക്കുകളുണ്ട്. എന്നാലും 6 വരിപ്പാതിൻ്റെ വർക്കൊക്കെ ഫിനിഷിങ് ആണ് അവിടെയൊക്കെ കേട്ടോ. വാഹനങ്ങളൊക്കെ അതിലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് വാഹനങ്ങൾ ഇതിലെ തുറന്ന് വിട്ടിട്ടുണ്ട്. നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇത്രയും വാഹനങ്ങൾ കുറേ കാലമായി ഇവിടെ വീഡിയോ എടുക്കാൻ വരുന്നു. വാഹനങ്ങൾ ഇത്രത്തോളം ഇതിൽ പോകുന്നത് കാണുന്നത് ആദ്യമായിട്ടാട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷം. കൊയിലാണ്ടി ബൈപ്പാസ് ഉദ്ഘാടനം അങ്ങോട്ട് കഴിഞ്ഞാലല്ലോ അടിപൊളിയായില്ലേ? അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.